ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനെന്ന് പറയുന്നത് ആലപ്പുഴയിലെ അതിപ്രസിദ്ധമായ പടിഞ്ഞാറ് ഷാഫി ജുമാ മസ്ജിദിനെ കുറിച്ചാണ്. ഇന്ന് അവിടെ ഉറൂസ് നടക്കുകയാണ്. പടിഞ്ഞാറ് ഷാഫി ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ മൊത്തത്തിൽ രണ്ട് ജുമാ മസ്ജിദാണ് അതിപ്രധാനം. കിഴക്കേ മഹല്ല്, പടിഞ്ഞാറ മഹല്ല്. ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെയും ആശ്രയ കേന്ദ്രം എന്ന് തന്നെ പറയാം. ഒരാൾ മരണപ്പെട്ടാൽ കിഴക്കേ പള്ളി, പടിഞ്ഞാറ പള്ളി ഇവിടെയാണ് അടക്കം ചെയ്യുക. ഇപ്പോൾ അതിപ്രധാനപ്പെട്ട പടിഞ്ഞാറ് ഷാഫി ജുമാ മസ്ജിദാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിമനോഹരമായ പള്ളിയും പള്ളിയുടെ പരിസരവും വൃത്തിയാക്കിയിരിക്കുന്നു. അവിടെ ചടങ്ങ് നടക്കുന്നുണ്ട്. മുഹറം 10-ന്, അതായത് അവിടെ അടങ്ങിയിരിക്കുന്നത് വലിയുല്ലാഹി മുത്തലിബ് തങ്ങളാണ്. തങ്ങളുടെ ആണ്ട് നേർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ച് പള്ളിയൊക്കെ അതിവിപുലമായി പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി വിശാലമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ അവിടെ ചെന്ന സമയത്ത് കണ്ട ചില കാഴ്ചകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറൊന്നുമല്ല, നിങ്ങൾ കണ്ടു നോക്കൂ. അവിടെ പള്ളി പരിപാലിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരെ കാണാം. ഒന്ന് സുനിൽ എന്ന് പറയും. ഒരു ചെറിയ തട്ടുകടയൊക്കെ നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ പള്ളിയിൽ എന്ത് വിശേഷമുണ്ടായാലും അദ്ദേഹം മുൻപന്തിയിൽ അവിടെ തന്നെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഓടി നടന്ന് പള്ളി വൃത്തിയാക്കുന്നതിനും ദർഗകൾ വൃത്തിയാക്കുക, അവിടെ കുന്നുകൂടി കിടന്ന ചപ്പ് ചവറുകൾ വൃത്തിയാക്കുക, എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവിടെ നല്ല പട്ടും നല്ല മുല്ലപ്പൂവും പൂക്കളും ഒക്കെ വിരിച്ച് അതായത് വരുന്നവർക്ക് ഇത് ആര് ചെയ്തു എന്നൊന്നും ആരും അറിയുന്നില്ല. പക്ഷേ വരുന്നവർക്ക് അവരുടെ കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള പരിപാലനങ്ങളെ നടത്തിക്കൊണ്ട് പോവുക. നോക്കൂ, കാടിനുള്ളിൽ തന്നെ ഒരു ഖബർസ്ഥാനമുണ്ട്. ആർക്കും അറിയപ്പെടാത്തൊരു ഖബർസ്ഥാനമാണ്. റോഡിനോട് ചേർന്നുള്ള ഒരു ഖബർസ്ഥാൻ. അവിടെ പോലും പോയിട്ട് വൃത്തിയാക്കി പൂക്കളൊക്കെ വിരിച്ച് കൂടെ ഒരു ഇക്കായും വന്നിട്ടുണ്ട് എല്ലാം ചെയ്യുവാനായിട്ട്. പുള്ളിയും അവിടെ അതിപ്രധാനമായ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും കൊള്ളാം. നിങ്ങൾ ആ പള്ളിയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശ രൂപത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. പിന്നെ ഇന്ന് നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ 4 മണിക്ക് ശേഷം അവിടെ ദുആ സമ്മേളനമുണ്ട്, അത്യാവശ്യം അന്നദാനമുണ്ട്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഈ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം സുല്ലപ്പൻ കൂട്ടുകാരും വന്ന് ദുആ ചെയ്ത് എല്ലാം പോവുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുക അദ്ദേഹം. ഒന്ന് ഓർത്ത് നോക്കണം, എല്ലാ ജോലികളും മാറ്റിവെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പള്ളിയുടെ വിശാലത കണ്ട സൂപ്പറായിരിക്കുന്നു. ഖബറുകൾ, അതായത് അവിടെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഇഷ്ടംപോലെ ഖബറുകളുണ്ട്. രാവിലെ മുതലുള്ള ജോലിയാണ്. ഞാൻ വന്ന് ചെന്നപ്പോൾ കണ്ടതാണ്. ഒറ്റയ്ക്ക് ഇന്ന് എല്ലാം തൂക്കുകയും വാരിയൊക്കെ ചെയ്യുന്നു. പിന്നെ ഓരോരുത്തർ വരികയാണ് അവിടെ എല്ലാ ജോലിയിലും. കടയിലെ ജോലി മാറ്റിവെച്ച് അവധി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ചെന്ന് നോക്കിയാൽ കണ്ണാടി പോലെ കിടക്കും. അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം. അതിന് മുമ്പുള്ള വീഡിയോ എനിക്ക് കിട്ടിയില്ല. അവിടെ ഉണ്ടായിരുന്ന ചപ്പ് ചവറുകളൊക്കെ വാരിക്കളയുന്നത്. ഇത് ഉപ്പയും മകനുമാണ്. ഉപ്പയുണ്ട് മകനുമുണ്ട്. അവർ രണ്ടുപേരും കൂടി ഇപ്പം അതിൻ്റെ വിരിയൊക്കെ വിരിച്ച് നല്ല സ്മൂത്താക്കി നോക്കി. പിന്നെ അതിൻ്റെ മുകളിൽ പൂക്കളുമൊക്കെ വിരിച്ച് നല്ല സെറ്റായി. ഇപ്പോൾ വന്ന് കാണുന്നവർക്ക് അവിടെ നല്ല കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് നല്ല സന്തോഷം തോന്നുന്ന രീതിയിൽ ചെറിയ പൂക്കളെ കൊണ്ട് അലങ്കരിച്ച് അവിടെ വരുന്ന സിയാറത്തിന് വരുന്നവരെ ക്ഷണിക്കുവാൻ, അവരൊക്കെ അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിന്ന് ദുആ ചെയ്യുവാനും യാസീൻ ഓതുവാനും ഒക്കെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. പള്ളി അതിമനോഹരമായി കമ്മിറ്റിക്കാരൊക്കെ നല്ല പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി പള്ളി ഇപ്പോൾ പുതുക്കി പണിഞ്ഞതാണ്. ഇതാണ് ദർഗ, മുത്തലിബ് തങ്ങളുടെ ദർഗയാണ് ഈ കാണുന്നത്. ഇതാണ് മുത്തലിബ് തങ്ങളുടെ ദർഗ. ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരെ കൊണ്ട് ബഹളം. പായസം കണ്ടോ, പായസമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പത്ത് പായസമുണ്ട്. 4 മണിക്ക് ശേഷം പായസ വിതരണമുണ്ട്, ഭക്ഷണമുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ വന്നുകൂടും. ഒരു 4 മണിക്ക് ശേഷം ഇവിടെ ജനനിബിഡമായിരിക്കും. അതായത് നമുക്ക് കാണാം, നല്ല കൂട്ടമായിരിക്കും. ഇൻഷാ അല്ലാഹ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ കൈക്കാരൻ വരുന്നുണ്ട്. ഇത് ഊട്ടുപുരയാണ്. നോക്ക്, ഇവിടെയാണ് ബിരിയാണിയുടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എത്ര ചെമ്പ് ബിരിയാണി ഞാൻ എണ്ണി നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് തന്നെ കണ്ടു നോക്കാം. അവിടെ വരുന്നവരാരും വെറും കൈയോടെ പോകണ്ട എന്നുള്ള രീതിയിലാണ് ബിരിയാണി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ചെമ്പുകളുണ്ടാ, സൂപ്പർ ബിരിയാണിയാണ്. അതൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് 4 മണിക്ക് ശേഷം എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. വീഡിയോസൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പരിപൂർണ്ണ സപ്പോർട്ടുകൾ ഉണ്ടാകുമെന്ന്